ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് വൈകി, വീട്ടിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വൈകിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ, ഒരുപാട് ആളുകൾ എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നത് കോഴിനെ അട വെക്കണതിനെ കുറിച്ചിട്ടൊക്കെ. മഴക്കാലത്ത് വെക്കാൻ പറ്റുമോ, വേനൽക്കാലത്ത് വെക്കാൻ പറ്റുമോ, പിന്നെ നിങ്ങളെങ്ങനെയാണ് കോഴിക്ക് അട വെക്കണത്, എന്തൊക്കെയാണ് ചെയ്യണത്, മഴ പെയ്യുന്ന സമയത്ത് ഇടിയൊക്കെ പൊട്ടുമ്പോൾ കോഴിമുട്ട കേടന്ന് പോകുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ചൂട് കാലത്ത് കോഴിക്ക് സ്ട്രെസ്സ് കൂടിയിട്ട് കോഴി അതിലിരിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇൻക്യുബേറ്ററിലും കോഴിക്ക് അട വെക്കും, കോഴിക്കും വെക്കും. ഇൻക്യുബേറ്ററിലും മുട്ട വെക്കും, കോഴിക്ക് അടയും വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അട വെക്കുമ്പോൾ ചെയ്യാറില്ല വെച്ചാൽ, നമ്മൾ കോഴി ഈ കമ്പിക്കൂട്ടിലാണ് ഏറെയും വെക്കുക, അല്ലെങ്കിൽ മരക്കൂട്ടിലും വെക്കും. ആദ്യം ഞാൻ കൊട്ടയൊക്കെ ഒന്ന് ക്ലീനാക്കി ശരിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ ചിന്തേരി പൊടിയില്ലേ, അതിട്ടതിൻ്റെ ശേഷമേ ഞാനൊരു ഒന്നില്ലെങ്കിൽ ആണി അല്ലെങ്കിൽ ഇവിടെ ഇരുമ്പിൻ്റെ കമ്പിയുടെ കഷ്ണമുണ്ട്, അതൊരു കഷ്ണം വെക്കും. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇടും. പിന്നെ ഈ നമ്മുടെ ഈ കരിക്കട്ടല്ലേ, നമ്മൾ പിന്നെ എന്താണ് വിറക് കത്തിച്ചിട്ടുള്ള കട്ട, അത് പിന്നെ ഞാൻ അതിൻ്റെ 2-3-4 കട്ടകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കത്തിത്തീരാത്ത കരിക്കട്ടകൾ ഉണ്ടാവുമല്ലോ, അതും കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ വെക്കാറാണ് കേട്ടോ. കോഴികൾക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ വറ്റൽമുളകും ഇതൊക്കെ കൂടി വെക്കണ കാരണം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോഴിപ്പേനൊന്നും അങ്ങനെ വരില്ല കേട്ടോ. പിന്നെ ഈ ഇരുമ്പിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇടിയൊക്കെ പൊട്ടുന്ന സമയത്ത് മുട്ടക്ക് കേടൊന്നും പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു ശാസ്ത്രമാണ്. പഴയ തലമുറകൾ അങ്ങനെ വെച്ച് വന്നതുകൊണ്ടാണെന്നറിയില്ല, ഞാൻ അങ്ങനെയാണ് വെക്കാറ്. പിന്നെ ഞാൻ കോഴീനെ ഡെയിലി പുറത്ത് വിടില്ല. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ആ കൂട്ടിൽ തന്നെ കോഴിക്ക് വെള്ളവും തീറ്റയും വെച്ച് കൊടുക്കുക ചെയ്യുക. എന്താ വെച്ചാൽ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ മറ്റേ കോഴികൾ മാറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് കോഴീനെ പുറത്ത് വിടാറില്ല. ഏത് കൂട്ടിലാണോ കോഴീനെ അട വെക്കണത്, ആ കൂട്ടിൽ വെള്ളവും തീറ്റയും കൂടി വെക്കും. കോഴി അതിന് പിന്നെ അതിനാവശ്യമുള്ള സമയത്ത് തീറ്റയും വെള്ളവും കുടിക്കും, വീണ്ടും കോഴിക്കൂട്ടിൽ അതിൽ തന്നെ കയറി കിടക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. പിന്നെ വേനൽക്കാലത്തുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, വേനൽക്കാലത്തും ഞാൻ ഇതേപോലെ തന്നെ വെക്കുക. ഇതേപോലെ തന്നെ വെച്ചിട്ട് അപ്പോഴും ഇതേപോലെ നല്ല വെള്ളം വെച്ചെടുക്കും. അവരാവശ്യത്തിന് വെള്ളം കുടിക്കും ഒക്കെ. വേനൽക്കാലത്ത് എനിക്കൊരു ഗുണം തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, 18-19 ദിവസം കൊണ്ടൊക്കെ പെട്ടെന്ന് വിരിഞ്ഞ് കിട്ടുന്നുണ്ട് വേനൽക്കാലത്ത്. പിന്നെ വർഷക്കാലത്താകുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഈ ഇടി പൊട്ടണതിൻ്റെയും ഇടി വെട്ടണമൊക്കെ ആകുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അതിന് നിങ്ങൾ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം, എന്തെങ്കിലും കമ്പിയുടെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ആണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അട വെക്കണതിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യൽ. പിന്നെയെന്ന് പറഞ്ഞാലേ, ഇതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ, ഇരുമ്പ് വെച്ചിട്ടും പിന്നെ എന്ത് വെച്ചാലും ഫുള്ള് കൊത്തുമുട്ടയാണെങ്കിൽ അത് വിരിയും. ഇപ്പോൾ ശരിക്ക് പിന്നെ കൊത്തുമുട്ടല്ലാത്ത മുട്ടയാണ് കൊടുന്ന് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇരുമ്പല്ല എന്ത് കൊണ്ടുവന്ന് വെച്ചിട്ടും ആ കോഴിമുട്ട വിരിയില്ല, വെറുതെയാണ്. അപ്പോൾ ശരിക്ക് കൊത്തുമുട്ട തന്നെ വെക്കാൻ വേണ്ടി നോക്കുക. നല്ല മാറ്റിങ്ങുള്ള പിന്നെ ആളുകളെ നിന്നൊക്കെ കോഴികളെ മാറ്റ് ചെയ്യണ ഫാമിൽ നിന്നൊക്കെ നന്നായിട്ട് അങ്ങനെ മുട്ട മേടിക്കുക. അപ്പോൾ നമുക്ക് അത് പിന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുകയൊന്നും വേണ്ട. ചിലവരിങ്ങനെ പറയുമല്ലോ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യണം കോഴിമുട്ട വെക്കുമ്പോൾ എന്നൊക്കെ. ഞാൻ അതൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഇൻക്യുബേറ്ററിൽ വെക്കുകയാണെങ്കിലും നമ്മളെ കോഴിക്ക് വെക്കുകയാണെങ്കിലൊന്നും ഞാൻ അങ്ങനത്തെ ടെസ്റ്റൊന്നും ചെയ്തിട്ടല്ല വെക്കണത്. എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ കോഴികൾ ഫുൾ ഹാച്ചിങ് എനിക്ക് കിട്ടും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഫുള്ള് എനിക്ക് കിട്ടാറുമുണ്ട്. 1-2 എന്തെങ്കിലും പൊട്ടിയിട്ട് ഒന്ന് ചിന്നൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പൊട്ടിയിട്ട് നാശമാവുക എന്നല്ലാതെ, ഞാൻ 40 മുട്ട വെച്ചാലും 40-ഉം 38 വിരിയും. അപ്പോൾ മെയിനായിട്ട് കോഴിമുട്ട മേടിക്കുന്ന സമയത്ത് ഫുൾ ഹാച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മാറ്റിങ്ങുള്ള കോഴിയുടെ ഫാമിൽ നിന്ന് നമ്മൾ കോഴിമുട്ട മേടിച്ചിട്ട് വെക്കുക. അതേപോലെ നമ്മളെ ഫാമിലാണെങ്കിലും നല്ല വിരിയുമെന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഏകദേശം ഞാൻ പറയാറില്ലേ, ഞാൻ 5 പെടക്കോഴിക്ക് ഒരു പൂവനിടാറാണെന്ന്. അങ്ങനെ ആ ഏകദേശം ആ കണക്കിലൊക്കെ പൂവനിട്ടിട്ട് മാറ്റ് ചെയ്യുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല മുട്ട കിട്ടും, കൊത്തുമുട്ട തന്നെയാവും കിട്ടുക. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ട് ചെയ്താൽ മതി. പിന്നെ ഇൻക്യുബേറ്ററിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും എവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഹാച്ചിങ്ങുള്ള മുട്ട, അതേപോലെ നല്ല കൊത്തുമുട്ടയും വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഫുള്ള് ഹാച്ചിങ് ഉണ്ടാവുക കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ കണക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളെങ്ങനെയാണ് കോഴികൾക്ക് ഇപ്പോൾ ഈ ഒരു പക്ഷിപ്പനിയുടെ സമയത്ത് കൂടി നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞ്, സംഭവിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളുടെ നാട്ടുവൈദ്യങ്ങൾ തന്നെ കൊടുക്കാൻ നോക്കുക. കഞ്ഞിക്കുറുക്കൾ, പനിക്കൂർക്കൾ, അതേപോലെ തുളസി, അതേപോലെ ജീരകം, കുടക, അങ്ങനത്തെ കണ്ണി കണ്ടതൊക്കെ നമ്മൾ അരച്ചിട്ട്
ഇവരുടെ ഫുഡിലും കൊടുക്കുക, ഇവർക്ക് കുടിക്കാനും കൊടുക്കുക. പിന്നെ നമ്മൾ 3 മാസം കൂടുമ്പോൾ നന്നായിട്ട് വരി ഇളക്കുക. അതേപോലെ വിറ്റാമിൻസ് മിനറൽസിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ പുറത്തുനിന്നുള്ളൊരു കോഴികളോ പക്ഷികളോ ഒന്നും നമ്മളെ ഫാമിലേക്കും വരാതിരിക്കുമ്പോൾ നമ്മളെ കോഴികൾക്ക് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പിന്നെ നമുക്ക് വിരിഞ്ഞിറങ്ങിയ കുട്ടികൾ 1-2 കുട്ടികളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാവുകയൊക്കെ ചെയ്യും. ഫുള്ള് ചാവാതിരിക്കൊന്നുമില്ല. അപ്പോൾ വിരിഞ്ഞിറങ്ങിയ കുട്ടികൾ ചിലപ്പോഴൊക്കെ എനിക്ക് 1-2 കുട്ടികളൊക്കെ ചാവാറൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ പടച്ചവൻ്റെ അടുത്ത് കിടക്കണ്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വല്ലാണ്ട് കോഴികളുടെ മേലെ നന്നായിട്ട് പോയിട്ട് ഇങ്ങനെ ഓവർ കെയറിങ്ങും ബുദ്ധിമുട്ടാണ്. ചിലവരുണ്ടല്ലോ അത് കൊടുത്തിട്ടും ഇത് കൊടുത്തിട്ടും അങ്ങനെയൊന്നും ഓവറായിട്ട് കെയർ ചെയ്യൊന്നും വേണ്ട. അവർക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ആഴ്ചയിൽ സപ്ലിമെൻറ്റ്സ് ആയാലും അതേപോലെ ഡെയിലി ഫുഡായാലും ഫുഡിൽ ചേർക്കേണ്ട കാര്യങ്ങളും പ്രോട്ടീനും അതേപോലെ എനർജിയും അതേപോലെ എല്ലാതും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ കോഴികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അവരങ്ങനെ വളർന്നോളും. അവർക്ക് വെച്ചിട്ട് ഓവറായിട്ട് അങ്ങനെ കെയർ ചെയ്തിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പച്ചിലകളും എന്തൊക്കെയാണ് കിട്ടണമെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് കഴിയുന്നതും നമ്മൾ പാക്കറ്റ് ഫീഡ് വേണം. അതുള്ളത് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ളത് കൊടുക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ ആൻറ്റിബയോട്ടിക്കുകൾ കുറയ്ക്കുക. അപ്പം തന്നെ നമ്മുടെ കോഴികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും. പിന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ അവരുടെ കുറേ അപ്പണ് മാറിയാലും അവരുടെ ബോഡിക്ക് അത് എന്തായാലും എഫക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആൻറ്റിബയോട്ടിക്കുകൾ കുറയ്ക്കുക. എന്നിട്ട് നമ്മളുടെ നാടൻ മരുന്നുകൾ ഇങ്ങനെ കൊടുക്കുക. അതിങ്ങനെ ആഴ്ചയിലോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രശ്നവും വരില്ല. നമ്മളെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഞാനങ്ങനെയാണ് കുറച്ചൊക്കെ അവനവൻ്റെ വീട്ടിലേക്ക് വേണ്ടിയതൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോഴികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും. പിന്നെ 1-2 കോഴികളൊക്കെ ചില സമയത്ത് കുട്ടികൾ വലിയ കോഴികളല്ല കുട്ടികളൊക്കെ ചത്തുന്നൊക്കെ വരും. അതൊക്കെ പിന്നെ ഇപ്പോൾ സ്വാഭാവികം. അല്ലാണ്ട് കൂട്ടത്തോടെ ചാവുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇടക്കും തലക്കൊക്കെ വെച്ചാൽ നമ്മൾ അത് ശ്രദ്ധിക്കണേ. അങ്ങനെ ചാവുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും വേണം കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്താൽ മതി. വല്ലാത്ത ഈ നമ്മുടെ ഈ ബ്രോയിലർ ഫാം പോലെ കെയർ ചെയ്ത് കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് പഠിച്ച് ഇതിനെ അറിയുന്നവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവർക്ക് കെയറിങ് വേണം. പിന്നെ നമ്മളൊരു മണിക്കൂർ നേരം കോഴികളെയൊക്കെ അങ്ങനെ ഇതേപോലെ പുറത്ത് വിടും തീറ്റയൊക്കെ കൊടുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. എങ്ങനെയാണ് ഈ കോഴികൾക്ക് വരുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ കോഴികളിൽ നോക്കാനില്ല. പിന്നെ ഇത് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി കിട്ടും ഇത് എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ 1-2 കോഴികളെയൊക്കെ വളർത്തിയിട്ട് പിന്നെ കൂട്ടി കൊടുന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാൽ മതി കേട്ടോ. ഇൻഷാ അള്ളാ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. ഞാനൊരു തിരക്കായ കാരണം കൊണ്ട് വീഡിയോ ഇടാനും ഞാൻ നല്ലൊരു ടോപ്പിക്കായിട്ട് വരണ്ടേ. ഞാൻ വാക്സിനേഷനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരണ്ട കേട്ടോ. അത് പറഞ്ഞു തരുമ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ മനസ്സിലാക്കി അതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങളെ മുന്നിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ വന്നിട്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാക്സിനേഷൻ്റെ കാര്യങ്ങൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വാക്സിനേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാര്യമായിട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ലാത്ത ഫാമാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്നുള്ള പിന്നെ കോഴികളെ കൊടുന്നിട്ട് ഇതിലേക്ക് ആക്കാതിരിക്കുക. അതേപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് കെയർ ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ചിട്ട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. നമ്മളെ ഫാമിൽ നമ്മളും പിന്നെ പുറമത്തുള്ള ആളുകളെ അധികം അടുപ്പിക്കാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റാവും. അല്ലാത്ത കാര്യങ്ങളിലും വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരെ. താങ്ക് യു.